നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബി കൃഷ്ണനന്ദലാൽ. ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. സമൂഹത്തെ ആകെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി കലാലയങ്ങളിലും സ്കൂളുകളിലും പിടിമുറുക്കുകയാണ്. യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നത് ഞെട്ടിക്കുന്ന കണക്കാണ്. ഇന്ന് ഇവിടെ അതിനെപ്പറ്റി പാർലമെന്റ് ചർച്ച ചെയ്യും. സഭാ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാ അധ്യക്ഷൻ, ചോദ്യം നമ്പർ 101. ബഹുമാനപ്പെട്ട അംഗം കുമാരി അരോമ മത്തായി. സർ, താഴെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി സദയം ഉത്തരം നൽകുന്നു. എ. കേരളത്തിലെ സ്കൂളുകളിലും കലാലയങ്ങളിലും ലഹരിയുടെ സ്വാധീനം വ്യാപകമാകുന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബി. എങ്കിൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി വ്യക്തമാക്കാമോ? വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടി എന്തൊക്കെയാണ് എന്ന് വിശദമാക്കാമോ? സി. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ എന്ന പേരിൽ വോളണ്ടിയർ ഗ്രൂപ്പ് രൂപീകരിക്കാൻ തയ്യാറാകുന്നു. ഡി. ലഹരിക്കെതിരെ ബോധവൽക്കരണം ഉണ്ടാകുന്നതിനായി സഹായിക്കുന്ന പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്താനായി പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി. എ. രാസലഹരി ഉൾപ്പെടെയുള്ള വിവിധ ലഹരി മരുന്നുകളുടെ ഉപയോഗവും വിതരണവും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ചില ലഹരി മരുന്ന് കേസുകളിൽ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ഗൗരവപൂർവ്വം പരിശോധിച്ചു വരുന്നു. ബി. സ്കൂൾ കോളേജ് തലത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ വഴി മത്സരങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും മറ്റു പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. ഉണർവ്, നേർവഴി എന്നീ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിനെതിരെ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി കരുതൽ എന്ന പേരിൽ കൈപ്പുസ്തകം വിമുക്തി മിഷൻ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങൾ പൂർണ്ണമായി ലഹരിമുക്തം ആക്കുന്നതിന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് നിരീക്ഷണം നടത്തുന്നുണ്ട്. സി. ലഹരിമുക്ത ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ 500 സ്കൂളുകളിൽ ടീം വിമുക്തി എന്ന പേരിൽ വിവിധ കായിക ഇനങ്ങളിൽ ടീമുകൾ രൂപീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ എന്ന പേരിൽ വോളണ്ടിയർ ഗ്രൂപ്പുകൾ നിർമ്മിക്കാൻ ആലോചിക്കുന്നതാണ്. ഡി. ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഉപചോദ്യങ്ങൾക്ക് കുമാരി അനോമ മത്തായി. സർ, വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി ആഭ്യന്തര വകുപ്പുമായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി. സാർ, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് കാര്യക്ഷമമായ ഇടപെടലുകളാണ് ആഭ്യന്തര വകുപ്പ് നടത്തിവരുന്നത്. പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി യോദ്ധാവ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്ക് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിനും അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുന്നതിനുമുള്ള പരിശീലനവും നൽകി വരുന്നു. കുമാരി അഭിനയ അനീഷ്. സർ, വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി എന്തൊക്കെ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി. സർ, പോലീസ്, വനിതാ ശിശു വികസനം, സാമൂഹ്യനീതി, പൊതുവിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഈ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒരു SOP തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും എക്സൈസ് വകുപ്പിന് കീഴിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. മാസ്റ്റർ ബിൻഷോദിച്ചു. സാർ, ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ പുതിയ ജീവിത പാതയിൽ കൊണ്ടുവരുന്ന എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് വിശദമാക്കാമോ? ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി.
സാർ, മയക്കുമരുന്ന് കേസിൽ അകപ്പെടുന്ന കുട്ടികളും ക്യാരിയറായി പ്രവർത്തിക്കുന്ന കുട്ടികളും ഉൾപ്പെടെ ലഹരി മാഫിയ സംഘത്തിൽ ഉൾപ്പെടുന്ന കുട്ടികളെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോലീസിനും എക്സൈസിനും കൈമാറുന്നതിന് അധ്യാപകർക്ക് സാധിക്കും. ഇതിന് സഹായകമായ രീതിയിലാണ് പ്രവർത്തന രീതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ കൗൺസിലർമാരുടെ സേവനം ഉറപ്പാക്കുന്നതിന് കാര്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മാസ്റ്റർ അമൽ. സ്കൂളിലെ വിജയകരമായി നടപ്പിലാക്കി വരുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അംഗങ്ങളായ കുട്ടികളെ കൂടി ലഹരി വിരുദ്ധ പദ്ധതിയിൽ പങ്കാളിയാക്കാമോ? ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി. സാർ, നല്ലൊരു അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട നിയമസഭാ അംഗം മുന്നോട്ട് വച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പുമായും ആഭ്യന്തര വകുപ്പുമായും കൂടിയാലോചിച്ച് ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം കുമാരി അദ്വൈത. സാർ, വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങളിലെ സ്കൂൾ ഹെൽത്ത് നഴ്സുമാരുടെ സേവനം ലഭ്യമാക്കി ലഹരി ഉപയോഗത്തിന് അടിമപ്പെടുന്നവരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വൈദ്യസഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി. സാർ, ലഹരി വ്യാപനം വർദ്ധിക്കുന്നു എന്നുള്ളത് ഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ്. ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ ഫലപ്രദമായ നടപടികൾ ആണ് എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്കൂൾ ഹെൽത്ത് നഴ്സുമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു. കുട്ടികൾ ലഹരിയെ അറിയുന്നത് വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും. വിദ്യാലയങ്ങൾക്ക് സമീപം മിഠായി, ഭക്ഷ്യഗുളിക എന്നിവയുടെ രൂപത്തിൽ